ഓഡിയബിൾ ആണല്ലോ അല്ലേ മാഡം? ഓഡിബിൾ ആണ് മാം, വിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ, വൈ മണി ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് നേടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം വാങ്ങണം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ചിന്തിച്ച് വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇന്ന് ഈ ഒരു സ്ക്രീനിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിജിക്കാ ടെസ്റ്റ് എടുത്തിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അല്ലെ, നമ്മൾ എന്താണ് പണത്തിന് അത്രയും വലിയ ഇമ്പോർട്ടന്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പണത്തിന് ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഓരോരോ വ്യക്തികൾക്കും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അത്രയും നല്ലൊരു രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും വരുമാനം വാങ്ങി നമുക്കൊരു നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയാൻ എനിക്കുള്ളത്. അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ അല്ലെ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കൊരു സന്തോഷം വരും അല്ലെ, അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പി, അതേപോലെ ഹെൽത്തി, വെൽത്തി എന്ന് പറയുന്ന ഈ മൂന്ന് സംഭവങ്ങളും നമുക്ക് എന്താണ്, പണം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കറിയാം പണമില്ലാതെ കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പണത്തിന്റെ പേരിൽ പിന്നാക്കം മാറ്റി നിർത്തിയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് കോടീശ്വരനാവാൻ പറ്റിയിട്ടില്ല എന്നല്ല, പറ്റും എന്നൊരു കോൺഫിഡന്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ഒരു വ്യക്തിയുടെ നേരെ നോക്കി നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പണം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരും. അതേപോലെ നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ചിന്തിച്ച് നോക്കുക, നമുക്ക് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് നല്ല ഒരു ഡോക്ടറെ പോയി കാണാം, അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പണം വേണം അല്ലേ. പണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അല്ലെ. ഒരു പരിധി വരെ നമുക്ക് പണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ ഇത് നോക്കി നോക്കൊന്ന്, റിജക്റ്റഡ് അല്ലെ, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഒരുപാട് അല്ലെ റിജക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ടാവും. നമ്മളത് റിജക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് കേട്ടിട്ടുള്ള ആളുകളായി. റിജക്ഷൻ അല്ലെ, നമ്മൾ ആ ഒരു നമ്മൾ റിജക്റ്റ് ആവും, അല്ലെങ്കിൽ ഞാൻ അവിടെ മാറി നിൽക്കുക, നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെ. ഇപ്പൊ നമ്മളൊരു വ്യക്തിയോട് ഒരു പ്ലാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇത് എങ്ങനെ ഈ ഒരു ഫിജിക്ക.com കുറിച്ച് ഞാൻ അവിടെ പറയും, എങ്ങനെ ഞാൻ എമൗണ്ടിനെ കുറിച്ച് ഞാൻ അവിടെ പറയും അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ എന്താണ്, നമുക്കൊരു പേടി അവിടെ വരുന്നുണ്ടാവും അല്ലെ. ആ പേടി നമ്മൾ എന്താണ് മറികടക്കാൻ നമുക്ക് എന്താണ് പറ്റണം എന്നുള്ളതാണ് അല്ലെ. അത് നമുക്ക് അവിടെ പറ്റണം. ഇപ്പൊ നോക്കി നോക്കൂ, ഡസ് ദി ഫിയർ ഓഫ് റിജക്ഷൻസ് ഹാവ് യുവർ ബിസിനസ് സ്റ്റേജൻ അല്ലെ. നമ്മൾ ഘട്ടമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഭയം അല്ലെ, നമ്മൾ അവിടെ മാറ്റിയെടുക്കുന്നത് എപ്പോഴാണോ, അല്ലെങ്കിൽ നമ്മൾ ആ ഭയം മറികടക്കാൻ പഠിക്കുന്നത് എപ്പോഴാണോ, അപ്പോഴാണ് നമ്മൾ അവിടെ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് അവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ ബിസിനസ് ഡെവലപ്മെന്റ് ആയി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഭയം മറികടക്കാൻ നമ്മൾ എന്തായാലും പഠിക്കണം. പേടി എന്നുള്ള കാര്യം നമ്മൾ മറികടക്കാൻ പഠിക്കണം. കാരണം ഞാൻ ഒന്ന് പറയുകയാണ്, ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞൊരു ടീച്ചർ ആയിരുന്നു. പക്ഷെ നമുക്കറിയാം കുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുക്കാനോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് അങ്ങനെ നമുക്ക് എന്താണ്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ കുറെ പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു വ്യക്തി പറയുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു. നമുക്കത് മറുത്ത് പറയാനുള്ള ഒരു പേടി, അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ നമ്മൾ എന്താണ്, ആ പേടി എനിക്ക് മാറ്റി തന്നത്, അല്ലെങ്കിൽ മാറിയിട്ടുള്ളത് ഈ ഒരു ഫിജിക്ക.com എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന്റെ ഭാഗമായത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും 500 പേരുടെ ആളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്കൊരു കഴിവ് ഉണ്ടാക്കി തന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിജിക്കാട്ടിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അതെന്താണ് മറികടക്കാൻ നമ്മൾ പഠിക്കുക വേണം അല്ലെ. നമുക്ക് ആ പേടി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് മറികടക്കാൻ നമ്മൾ എല്ലാവരും പഠിക്കുക അല്ലെ. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് പറ്റിയിട്ടുള്ള ജോലിയല്ല ഇത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരാം അല്ലെ. അതൊക്കെ നമ്മൾ എന്താണ് മറികടക്കാൻ നമുക്ക് പഠിക്കണം. അത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, റിജക്ഷൻ ബിസിനസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ആളുകൾ നമ്മളോട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന കമന്റ്സുകളാണ് നോ 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 എന്നുള്ള കമന്റ്സുകൾ അല്ലെ. അപ്പൊ നമുക്കറിയാം ഓരോരോ വ്യക്തികളോട് നമ്മൾ ചിലപ്പോൾ പറയുന്ന സമയത്ത്
അങ്ങനെയായിരിക്കും. ഇത് റിജക്ഷൻ ബിസിനസ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? അനദർ നോ ആൻസർ അല്ലെ. അപ്പൊ ഇതൊക്കെ മറികടക്കാനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ളതാണ് അല്ലെ. നോക്കി നോക്കൂ, അടുത്തത് 3PS ആണ് അല്ലെ. അപ്പൊ നോക്കി നോക്കൂ, ഇതില് ഒന്നാമത്തെ പ്രൊഡക്റ്റ്, രണ്ടാമത്തെ പ്രൈസ്, മൂന്നാമത്തെ പ്രസന്റേഷൻ. ഇത് കൊടുത്തത് ശരിയാണോ? ഇത് ഞാൻ ഇവിടെ എഴുതിയത് ശരിയായിട്ടുള്ള കാര്യമാണോ? നമ്മൾ എങ്ങനെയാണ് ഇതിനുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പറയുന്ന രീതി ആയിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം അല്ലെ. ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തികളോട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഒരു അത് നമ്മൾ ചിലപ്പോൾ ആദ്യം അറിയാത്ത ആളുകൾ പറയുന്നതായിരിക്കും നമ്മൾ എമൗണ്ടിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ജോയിൻ ചെയ്യ്, നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തികള് നമ്മളോട് നോ എന്നുള്ള ആ ഒരു ഇത് നമ്മളോട് തിരിച്ചു പറയുന്നത് അല്ലെ. അപ്പൊ അത് എങ്ങനെ നമുക്ക് മറികടക്കാനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രസന്റേഷൻ. പക്ഷെ ഇത് ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടത്. എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് കാണുന്നില്ല. അപ്പൊ ഞാൻ പറയാം അത് എങ്ങനെയാണ് ഇത് ഓർഡറിൽ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് പ്രസന്റേഷൻ ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചെയ്തത് ഇങ്ങനെയായിരിക്കും, ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് പറയും, പ്രൈസ് പറയും, ലാസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നോ എന്നുള്ള ആ വാക്കുകൾ നമ്മളുടെ ഇതിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്മൾ ഇൻവിറ്റേഷൻ ആണ് കൊടുക്കുക, ഇൻവൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട് അല്ലെ. നമുക്ക് വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അല്ലെ. ആ പ്ലാന് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ അവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ പ്ലാൻ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്കറിയാം നമ്മൾ ഇതിൽ കോൺസെപ്റ്റിന്റെ ഭാഗമായി നമ്മൾ എന്താണ് നമ്മൾ ഈ ഒരു fizika.com എന്ന് പറയുന്ന ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ അല്ലെ, അടിസ്ഥാനപരമായിട്ടുള്ള അടിത്തറ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഒരു ടൂള് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാൻ ആണ് അല്ലെ. അപ്പൊ ആ പ്ലാൻ നമ്മൾ ഓരോരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാൻ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, വിശദമായിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ മുന്നിൽ നമുക്ക് എന്താണ് തപ്പേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പേടിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് വിശദമായിട്ട് ആ പ്ലാന് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം അല്ലെ. പ്രസന്റ് ചെയ്യാൻ നമുക്ക് അവിടെ പറ്റിയിരിക്കണം. അപ്പൊ നമുക്കറിയാം അത്ര വലിയ ഇതൊന്നും അല്ല അല്ലെ. ഇപ്പൊ പ്ലാന് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം എല്ലാ BOP, നമുക്ക് ഡെയിലി BOPകളുടെ മെഗാ BOPകളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് അതിലൊന്ന് ജോയിൻ ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡെയിലി നമ്മളത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് തനിയെ നമുക്കറിയാം ഓരോ സ്ലൈഡിലും